തൽമൂദ്. എന്താണ് തൽമൂദ്? യഹൂദന്മാരുടെ സാമൂഹികവും പൗരോഹിത്യപരവുമായ എല്ലാ നിയമങ്ങളും പാരമ്പര്യമായ അനുഷ്ഠാന വിധിയും അവയെ ആസ്പദമാക്കിയുള്ള റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന നിയമസംഹിതയ്ക്ക് തൽമൂദ് എന്ന് പറയപ്പെടുന്നു. ലാമാദ്, ലിമ്മേദ് അഥവാ പഠിക്കുക, പഠിപ്പിക്കുക എന്നീ രണ്ട് എബ്രായ വാക്കുകളിൽ നിന്നാണ് തൽമൂദ് എന്ന പദം ഉളവായി വന്നത്. ഇതിൽ കാർഷിക നിയമങ്ങൾ, മതപരമായ കർത്തവ്യങ്ങൾ, വിവാഹം, വിവാഹമോചനം, വ്യഭിചാരം, നാസീർവ്രതം, സാമൂഹ്യ നിയമങ്ങൾ, വാണിജ്യ വ്യാപാര നിയമങ്ങൾ, സുഭാഷിതങ്ങൾ, യാഗങ്ങൾ, ആദ്യജാതന്മാർ, ശുദ്ധിയും അശുദ്ധിയും സംബന്ധിച്ച നിയമങ്ങൾ എന്നിവ സംബന്ധമായി യഹൂദന്മാരുടെ ഇടയിൽ ന്യായപ്രമാണ പുസ്തകങ്ങൾ പോലെ തന്നെ നിലനിന്ന് പോന്നിരുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണിത്. ഇതിൻ്റെ വിവിധ നിലയിലുള്ള വ്യാഖ്യാനത്തിൻ്റെ ഫലമായാണ് യഹൂദമതം സാംസ്കാരികമായും സാമൂഹ്യമായും അധപ്പതിച്ചത്. അക്കാലത്ത് നിലവിലിരുന്ന ശബത്ത്, ഖുർബാൻ, വിവാഹമോചനം ആദിയായവയെ കർത്താവ് ശാസിക്കാൻ കാരണം ഈ തൽമൂദ് നിയമങ്ങൾ ഇവയിൽ ചെലുത്തിയിരുന്ന സ്വാധീനവും തെറ്റായ വ്യാഖ്യാനവും മൂലമാണ്. യൂദായുടെ ലേഖനത്തിൽ തൽമൂദിനെ ആസ്പദമാക്കിയുള്ള 2 വാക്യങ്ങളുടെ ഉദ്ധരണികളുണ്ട്. 9-ാം വാക്യവും 15-ാമത് വാക്യവും. തൽമൂദ് വ്യാഖ്യാതാവായ ഷമായി എന്ന അവരുടെ പണ്ഡിതൻ കടുത്ത യാഥാസ്ഥിതികനും സദൂക്യ ഉപദേശത്തിന്റെ വക്താവുമായിരുന്നു. എന്നാൽ ഹില്ലേൽ എന്ന വ്യാഖ്യാതാവ് അതിനെ ലളിതമായും ഭക്തികരമായും വ്യാഖ്യാനിച്ചു. ഈ ഹില്ലേലിന്റെ കൊച്ചുമകനാണ് ഗമാലിയേൽ. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലന്റെ ന്യായപ്രമാണ ഗുരു ഈ ഗമാലിയേൽ തന്നെയായിരിക്കാം.